നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. നാളത്തെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ രാജ്യത്ത് പൂർത്തിയാകുന്നത് 380 സീറ്റുകളുടെ വിധിയാണ്. 3ാം ഘട്ടത്തിന് ശേഷം ഉണ്ടായ സുപ്രധാനമായ സംഗതി എന്നത് അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ജാമ്യമെന്നതാണതിൽ സംശയമില്ല. ആം ആദ്മി പ്രവർത്തകർ ആഘോഷിക്കുന്നു, ഇന്ത്യ മുന്നണി ആരവം ഏറ്റെടുക്കുന്നു. കെജ്രിവാൾ ആകട്ടെ ഓരോ ദിവസവും മോദിക്കെതിരായ കുറുക്കിക്കൊള്ളുന്ന ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. അധികാരത്തിൽ വന്നാൽ പാലിക്കാവുന്ന വാഗ്ദാനങ്ങളുമായി കളം നിറയുന്നു. കെജ്രിവാളിന്റെ ജാമ്യം പൊതുതെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? BJP തുടർഭരണമെന്ന ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റോ? കെജ്രിവാൾ അത്ഭുതങ്ങൾ കാട്ടുമോ? അതോ ആളും ആരവവും വോട്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണോ? മോദിയുടെ ഗ്യാരണ്ടിക്ക് കെജ്രിവാളിന്റെ ബദലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസ് നേതാവ് വസന്ത് തിങ്ങുംപള്ളി, BJP നേതാവ് ശ്രീ ജയസൂര്യൻ, ഇടത് നിരീക്ഷകൻ ശ്രീ ലാൽകുമാർ, ആം ആദ്മിയുടെ പ്രതിനിധിയായി ശ്രീ ഷൈബു മഠത്തിൽ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ജയസൂര്യൻ, കഴിഞ്ഞ 2 ദിവസമായി കെജ്രിവാളിനെ ആഘോഷിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി അത് ഏറ്റെടുക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. BJPയുടെ 400+ എന്ന സ്വപ്നത്തിന് കെജ്രിവാളിന്റെ ജാമ്യം പുറത്തുവരൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സാന്നിധ്യം വിഘാതമാകുമോ? ലെവലേശം BJPക്ക് ആ പ്രതീക്ഷയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട പശ്ചാത്തലമില്ല എന്നാണോ? നമുക്ക് ഈ ആം ആദ്മി പാർട്ടി എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ വളരെ എളുപ്പമായിരിക്കും. അതായത് ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് വലിയ ചർച്ചകൾക്ക് ഇടുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വലിപ്പം നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. ഇന്ത്യയിലെ BJP, അത് കഴിഞ്ഞാൽ കോൺഗ്രസ്, അത് കഴിഞ്ഞാൽ പ്രാദേശിക പാർട്ടികളിൽ സമാജ്വാദി പാർട്ടി 57 സീറ്റിൽ മത്സരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് 42 സീറ്റിൽ മത്സരിക്കുന്നു, ലാലു പ്രസാദ് 24 സീറ്റിൽ മത്സരിക്കുന്നു, നമ്മുടെ തമിഴ്നാട്ടിലെ DMK 23 സീറ്റിൽ മത്സരിക്കുന്നു. അതിന്റെയൊക്കെ പിറകിലാണ് കേവലം 22 സീറ്റിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി നിൽക്കുന്നത്. അതായത് 4-5 പ്രാദേശിക പാർട്ടികളെക്കാൾ കുറഞ്ഞ സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ. അതിൽ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ വലിയ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. ആകെ 22 സീറ്റിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് സഖ്യമുള്ളത് ഡൽഹിയിൽ 4 സീറ്റ്, ഗുജറാത്തിൽ 2 സീറ്റ്, ഹരിയാനയിൽ 1 സീറ്റ് എന്ന് പറഞ്ഞാൽ 4, 3, 7 സീറ്റ്. 22-ൽ 7 സീറ്റിൽ മാത്രമേ സഖ്യമുള്ളൂ. ബാക്കി 15 ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇതാണ് ആ പാർട്ടിയുടെ വലിപ്പം. ആ പാർട്ടി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വെറുതെ 1-2 ദിവസത്തേക്ക് ബഹളം കൂട്ടാമെന്നല്ലാതെ അതിനേക്കാൾ കവിഞ്ഞ യാതൊരു വലിപ്പവും ഈ പാർട്ടിക്കില്ല. ഈ കെജ്രിവാളിന് നിസ്സാരവൽക്കരിക്കാവുന്ന ഒരാളാണോ ശ്രീ ജയസൂര്യൻ അരവിന്ദ് കെജ്രിവാൾ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മോദിക്കെതിരെ നടത്തിയ പരാമർശം, ഒപ്പം യോഗി ആദിത്യനാഥിനെ കടന്നാക്രമിച്ചത്, അമിത്ഷാ മറുപടി പറഞ്ഞത് ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ആക്രമണത്തെക്കാൾ മൂർച്ചയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രയോഗങ്ങൾക്ക്. നമ്മുടെ കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണ പറയുന്ന ഒരു തമാശയുണ്ട്. ഈ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് വരുമ്പോ അതിനെ മറിച്ചിടാൻ വേണ്ടി തവള മസിൽ പിടിക്കുമെന്ന്. അത്രേ ഉള്ളൂ ഈ പറയുന്ന കേജ്രിവാൾ. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ എത്രയോ തവണ. ഓരോ തവണയും ഇലക്ഷൻ വരുമ്പോ കേജ്രിവാൾ വരുന്നു, ഇന്ത്യ ഭരിക്കും, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകും, എല്ലാ കാര്യങ്ങളും ഇനി കേജ്രിവാൾ ആയിരിക്കും, ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി ആവുന്നു, ഇന്ത്യ പിടിക്കാൻ പോകുന്നു. ഈ വീരവാദങ്ങളൊക്കെ എല്ലാ തവണയും കേൾക്കുന്നതല്ലേ. അതിന്റെ തനിയാവർത്തനമല്ലാതെ അതിൽ പരം യാതൊരു മൂല്യവും ഇതിനകത്തില്ല. കാരണം അദ്ദേഹം എവിടുന്നാ വരുന്നത്? തീഹാർ ജയിലിൽ നിന്ന് വരുന്നു. 2-ാം തീയതി 11 മണിക്ക് തിരിച്ച് തീഹാർ ജയിലിൽ ചെന്ന് കയറണം. അങ്ങനെയുള്ള ഒരാളിന് പുറത്തേക്ക് വന്നിട്ട് ഇന്ത്യ മറിച്ചിടുമെന്ന് പറയാൻ എന്ത് അധികാരമാണുള്ളത്? എന്ത് അവകാശവാദമാണുള്ളത്? അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ ഞാൻ ഈ പറഞ്ഞ 4-5 പ്രാദേശിക പാർട്ടികളെക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കുകയും ഒരു നല്ല സഖ്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഓക്കെ, ഈ പറയുന്നതിനൊക്കെ നമുക്ക് എന്തെങ്കിലും വില കൊടുക്കാനും. ഇത് 4, 3, 7 സീറ്റിൽ സഖ്യമുണ്ടാക്കിയിട്ട് ബാക്കി 15 സീറ്റിൽ കോൺഗ്രസുമായിട്ട് പരസ്പരം മത്സരിച്ചിട്ട് സ്വന്തം ഭരണമുള്ള പഞ്ചാബ് അല്ലെങ്കിൽ ഡൽഹിയിൽ പോലും ഇന്നിപ്പോൾ നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുമ്പോൾ ഉണ്ടായിട്ട് 10 വർഷം മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 6 പ്രധാനപ്പെട്ട നേതാക്കന്മാര് അഴിമതി കാര്യത്തിൽ ജയിലിലേക്ക് പോയിട്ട് അവിടുന്ന് ജാമ്യമെടുത്ത് പുറത്തു വന്ന് നിൽക്കുന്ന ഒരു കേജ്രിവാളിന്റെ അവകാശവാദങ്ങൾക്ക് ആ വില കൊടുക്കേണ്ടതേ ഉള്ളൂ. അതിനപ്പുറം യാതൊരു വിലയും കൽപ്പിക്കേണ്ട കാര്യമില്ല.
അതാണ് ശ്രീ ഷൈബു മഠത്തിൽ ആ വില ഈ പറഞ്ഞ ആളും ആരവവും ജനക്കൂട്ടവും ഒക്കെ വോട്ടാകുമോ എന്ന ചോദ്യമുണ്ട്. BJP ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. കെജ്രിവാളിന്റെ പുറത്തേക്കുള്ള വരവൊന്നും ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും കെജ്രിവാൾ കളം നിറയുന്ന പശ്ചാത്തലമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പ്രചരണ രംഗത്ത് കെജ്രിവാളിന്റെ സാന്നിധ്യം ഉണ്ടാകും ഈ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ. പക്ഷേ ഇത് ഒരു ഇമ്പാക്റ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കില്ല എന്ന ആത്മവിശ്വാസം BJP പങ്കുവെക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയായിട്ടില്ല കെജ്രിവാൾ. അല്ല, നരേന്ദ്രമോദിയുടെ 400 പാർ എന്ന പ്രതീക്ഷയ്ക്ക് ലക്ഷ്യത്തിന് കെജ്രിവാൾ മുന്നോട്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ കെജ്രിവാളിന് സാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത്ര വലിയ ആഘോഷിക്കേണ്ട ഒരാളാണോ കെജ്രിവാൾ എന്ന ചോദ്യം ഉയർത്തുകയാണ് അവർ. രഞ്ജിത്തെ, ഒരു BJPയുടെ ഒരു സ്പോക്സ് പേഴ്സണ് അങ്ങനെയല്ലേ പറയാൻ നോക്കൂ. അവർ കെജ്രിവാളിനെ ഒരു എതിരാളിയായിട്ടേ കാണുന്നില്ല എന്നുള്ളതിൽ കുറച്ചല്ലേ അവർക്ക് പറയാൻ നോക്കൂ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ കൺമുന്നിൽ വളരെ വ്യക്തമായി യാഥാർത്ഥ്യം തുറന്നിരിക്കുന്നുണ്ടല്ലോ. നമ്മളതൊന്ന് നോക്കി വായിച്ചാൽ മാത്രം മതി. അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ഉടനെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തലായിരുന്നു BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അതായിരുന്നു എന്നുള്ള അതൊരു പ്രഥമ ദൃഷ്ടി അതായിരുന്നു എന്നുള്ള സംശയമുണ്ടാക്കുന്ന സാഹചര്യമായതുകൊണ്ടാണ് ഒരു അസാധാരണ നടപടിയിലൂടെ, ഞങ്ങൾ ജാമ്യാപേക്ഷ കൊടുക്കാഞ്ഞിട്ട് പോലും ഒരു അസാധാരണ നടപടിയിലൂടെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുത്തത്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുത്തത് തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി പോലുമല്ല. ഇനി അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിക്ക് ശക്തിയില്ലാന്ന്. രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് BJP അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെടുന്നത്? BJP മറ്റേത് രാഷ്ട്രീയ നേതാവിനെ ഭയപ്പെടുന്നതിനേക്കാളും അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെടുന്നു. അതിന് കാരണം BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ BJPക്ക് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പിന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വോട്ട് നേടാൻ ജനങ്ങളെ സ്വാധീനിക്കാൻ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഭാഷയിൽ സംവദിക്കാൻ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ആ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഹിന്ദി ബെൽറ്റിൽ അവരുടെ ആം ആദ്മി പാർട്ടിയുടെ ടാക്ടിക്സിനെ പലപ്പോഴും പലരും വിമർശിക്കാറുണ്ട്. അത് പിന്നെ മൃദു ഹിന്ദുത്വമാണെന്നൊക്കെ. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം അറിയുന്ന, ആ ജനങ്ങളെ അവരുടെ ഭാഷയിൽ സ്വാധീനിക്കാൻ കെൽപ്പുള്ള നേതാവ്. അതുകൊണ്ടാണ് BJP ആം ആദ്മി പാർട്ടിയെ, അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെട്ടത്. 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ 22 സീറ്റുകളിലെ മത്സരിക്കുന്നുള്ളൂ. അത് ശരി തന്നെയാണ്. പക്ഷേ മെയ് 15-ാം തീയതി അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഞങ്ങൾ ഉത്തർപ്രദേശിൽ ഒരു സീറ്റിൽ പോലും മത്സരിക്കുന്നില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മെയ് 15-ന് റാലിയിൽ പങ്കെടുക്കുന്നു. മെയ് 17-ന് അദ്ദേഹം റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഒരു സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വാധീന ശക്തി മനസ്സിലാക്കിയാണ് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. BJP എങ്ങനെയാണ് ഉണ്ടായത്? BJP ഉണ്ടായിട്ട് എത്ര വർഷമായി നമുക്കറിയാമല്ലോ. BJPക്കാർ തന്നെ നിരന്തരം ആവർത്തിച്ച് പറയുന്നൊരു കഥയല്ലേ. അവർ 2 MPമാരിൽ നിന്ന് ആരംഭിച്ച പാർട്ടിയല്ലേ. അവർ ഇത്രയും കാലം കൊണ്ടാണല്ലോ വളർന്നത്. ആം ആദ്മി പാർട്ടി 0-ൽ നിന്ന് വളർന്നത് 10 വർഷം കൊണ്ടാണല്ലോ. 10 വർഷം കൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ പിന്നെ ദേശീയ പാർട്ടി പദവിയിലേക്ക് എത്തിയില്ലേ. ഞങ്ങൾ അവരുടെ ഗുജറാത്തിൽ, നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ ഞങ്ങൾ ആദ്യമായി മുഴുവൻ സീറ്റിലും ആദ്യമായി മത്സരിച്ചത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലേ. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലൂടെ 13% വോട്ട് നേടിയില്ലേ. അവിടെ പ്രതിപക്ഷ വോട്ട് ഭിന്നിക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ലേ, അതായത് കോൺഗ്രസും ആയിട്ട് സഹകരണമില്ലാത്തത് കൊണ്ട് മാത്രമല്ലേ ഞങ്ങൾ 13% വോട്ടും 5 സീറ്റും നേടി. അതാണ് BJP യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തി. താങ്കളത് മനസ്സിലാക്കണം. മനീഷ് സിസോദിയ, ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തത്. അതായത് ഈ മദ്യനയ കേസിലെ അന്വേഷണം നടക്കുന്ന വേളയിലാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം തന്നെയാണ് ഡൽഹിയിൽ MCD ഇലക്ഷൻ, അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുന്നത്. ഒരേ സമയത്താണ്. ഈ സമയത്ത് വലിയൊരു സമ്മർദ്ദതന്ത്രം BJP പയറ്റുന്നുണ്ടായിരുന്നു. മനീഷ് സിസോദിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ആം ആദ്മി പാർട്ടിയെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തിൽ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചിട്ട് അതിന് മനീഷ് സിസോദിയ വഴങ്ങാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിലെ കേസിൽപ്പെടുത്തിയതും ഈ പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി BJPയുടെ
തട്ടകമായ ഗുജറാത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഗുജറാത്തിൽ ഞങ്ങൾ 13% വോട്ട് നേടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ 13% എന്നുള്ളത് 50% ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. നിങ്ങൾ ചരിത്രം നോക്കൂ. ഞങ്ങൾ പഞ്ചാബിൽ എങ്ങനെയാണ് വളർന്നതെന്ന് നോക്കൂ, ഡൽഹിയിലെ വളർച്ച നിരക്ക് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും നിങ്ങളുടെ ശക്തി കേന്ദ്രമായ പഞ്ചാബിൽ നിങ്ങൾക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് പ്രധാനമാണ്. ജയസൂര്യൻ അതിന് മറുപടി പറഞ്ഞു പോകണം, മറ്റുള്ള അതികളിലേക്ക് കൂടി ഇരിക്കുന്നു പോകണം. കാരണം ഇങ്ങനെ വളരെ പ്രധാന മറ്റ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെക്കാൾ കൂടുതൽ BJP ഭയക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെയാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഭാഷയിലല്ല അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. BJPയുടെ മൃദു ഹിന്ദുത്വമായി ചേർന്ന് നിൽക്കുന്ന നേതാവായി നമുക്കറിയാം. അവിടെ മറുവശത്ത് രാമനുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം BJP നടത്തുമ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറുതൊട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ BJP ഭയക്കുന്നുണ്ടോ? ഇതൊക്കെ BJP ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട മറുപടി വളരെ വേഗം? നമുക്കറിയാം രാഹുൽ ഗാന്ധി സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ് സ്മൃതി ഇറാനി അതിന് മറുപടി പറയുന്നത്. പക്ഷെ അമിത്ഷാ നേരിട്ടിറങ്ങി മറുപടി പറയുകയാണ് അരവിന്ദ് കെജ്രിവാളിന്. അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയാണ് ഈ ആം ആദ്മി പാർട്ടി ഉള്ളത്? ഇപ്പൊ പറഞ്ഞു ഗുജറാത്തിൽ 13% വോട്ടുണ്ട് എന്ന്, ഇപ്പോൾ 50% വോട്ട് പിടിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ 50% വോട്ട് പിടിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. വെറും 2 സീറ്റില് 50% വോട്ട് ഗുജറാത്തിൽ പിടിക്കുന്നവർക്ക് 2 സീറ്റിൽ മത്സരിച്ചുകൊണ്ട് 50% വോട്ട് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ആ അവകാശവാദം പൊള്ളയല്ലേ? ഉത്തർപ്രദേശിൽ എത്ര സീറ്റില്ല? ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നില്ല. ബീഹാറിലുണ്ടോ? ബീഹാറിൽ മത്സരിക്കുന്നില്ല. മധ്യപ്രദേശിൽ മത്സരിക്കുന്നില്ല. രാജസ്ഥാനിൽ മത്സരിക്കുന്നില്ല. ഈ സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് ഷൈബു മഠത്തിൽ അവകാശപ്പെടുന്നത്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഇവരുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ കോൺഗ്രസ് അവരെ വിളിച്ചുകൊണ്ടുവന്ന് സീറ്റ് കൊടുക്കണ്ടേ? ഇതാ രാജസ്ഥാനിൽ ഇത്ര സീറ്റ് മത്സരിക്കൂ, മധ്യപ്രദേശിൽ മത്സരിക്കൂ, UP-യിൽ മത്സരിക്കൂ, ബീഹാറിൽ മത്സരിക്കൂ, മഹാരാഷ്ട്രയിൽ മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി സീറ്റ് കൊടുത്ത് സഖ്യകക്ഷിയാക്കണ്ടേ? അപ്പൊ കോൺഗ്രസ് പോലും ഇവരെ പുല്ലുപോലെയാണ് പരിഗണിച്ചിരിക്കുന്നത്. യാതൊരു വിലയും കോൺഗ്രസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പാർട്ടിയെ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം ഇതൊക്കെ വെറും ചീട്ടുകൊട്ടാരമാണ്. അത്രയും ഉള്ളൂ. അത് ബലൂൺ വീർപ്പിച്ച് നിൽക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ ബസിന്റെ മുമ്പിൽ തവള മസിൽ പിടിക്കുന്നതിനുള്ള മസിൽ പിടുത്തേ ഉള്ളൂ. 4-ാം തീയതി 4 മണി ആകുമ്പോൾ തീരും ഈ പാർട്ടിയും അതിന്റെ ദേശീയ പദവികളുമെല്ലാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ആവശ്യമില്ലാത്ത വലിപ്പം കൊടുത്ത് വലിയ ചർച്ച ചെയ്ത് ഇത് ആം ആദ്മി പാർട്ടി വരുന്നു, BJPയെ മറിച്ചിടും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്താ വില കൊടുക്കേണ്ടത്? അങ്ങനെ ഉണ്ടായി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താ? കോൺഗ്രസിന്റെ സ്പേസ് പോകും. ഇനി 21 ദിവസം രാഹുൽ ഗാന്ധി ഇല്ല, കോൺഗ്രസും ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. മുഴുവൻ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പുറകെ പോകും. അങ്ങനെ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും സെൻട്രൽ പോയിന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലാതെ പോകും, ചിത്രത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കഥ കഴിച്ചോളും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മറുപടി വസന്ത് തരും. വസന്ത്, 2 ദിവസം കൊണ്ട് ദേശീയ നേതാവായി മാറിയോ അരവിന്ദ് കെജ്രിവാൾ? ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ആളായി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കത്തക്ക വിധത്തിലുള്ള ഇമേജ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രാധാന്യം കെജ്രിവാളിന് കിട്ടിക്കഴിഞ്ഞോ ഇതിനകം? ശ്രീ രഞ്ജിത്ത്, ഞങ്ങളുടേത് മോദി അമിത്ഷാ അച്യുതണ്ടല്ലോ. മോദിക്കും അമിത്ഷായ്ക്കും മുകളിൽ ആരെങ്കിലും വളർന്നു വന്നാൽ ഉടനെ അത് അവരുടെ പാർട്ടിയിൽ തന്നെയാണെങ്കിലും ഇനി യുവമോർച്ചയിലാണെങ്കിലും എന്തിനേറെ പറയുന്നു, ABVP-യിൽ നിന്നൊരു നേതാവ് വളർന്നു വന്നാൽ പോലും ഉച്ചിക്കടിച്ച് ഇല്ലാതാക്കുന്ന രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടേത് ഒരു കളക്റ്റീവ് ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയിൽ ചിലപ്പോൾ പോർമുഖം തുറക്കുക കേജ്രിവാൾ ആവും, ചിലപ്പോൾ രാഹുൽ ഗാന്ധി ആവും. ചിലപ്പോൾ മൈൽഡായി കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി ആയിരിക്കും, അഗ്രസീവായി അതിനെ അഡ്രസ് ചെയ്യുക കേജ്രിവാൾ ആയിരിക്കും. കേജ്രിവാളും രാഹുൽ ഗാന്ധിയും മാത്രമല്ല, ഈ മുന്നണിയുടെ ഭാഗമായ വിവിധ നേതാക്കൾ വിവിധ രാഷ്ട്രീയങ്ങൾ വിവിധ മേഖലകളിൽ സംസാരിച്ചു പോരുകയാണ്. അതുകൊണ്ട് കേജ്രിവാൾ രാഹുൽ ഗാന്ധിയെ മറികടക്കുന്നു, രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ മറികടക്കുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ നോക്കൂ, ഈ ജയസൂര്യൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. 20 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയെ ഞങ്ങൾ എന്തിനു മൈൻഡ് ചെയ്യണം? ശ്രീ ജയസൂര്യൻ, നിങ്ങളുടെ പാർട്ടിക്ക് 2 സീറ്റുകളായിരുന്നു ചരിത്രത്തിലുള്ളത്. ചരിത്രത്തെ പറ്റി BJP-ക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക വ്യർത്ഥമായ അതരവ്യായാമമാണെന്നും എന്റെ തുപ്പൽ കുറെ നഷ്ടമാകുമെന്നതിനപ്പുറത്ത്, എന്റെ കുറെ ഉമിനീര് നഷ്ടപ്പെടുമെന്നതിനപ്പുറത്ത് യാതൊരു പ്രയോജനമില്ല എന്ന് എനിക്ക് അറിയാം. എങ്കിൽ പോലും ശ്രീ ജയസൂര്യൻ, അങ്ങേക്ക് അറിയാമോ ഇന്ദിരാഗാന്ധി തോറ്റുപോയ തെരഞ്ഞെടുപ്പുണ്ട് 77-ൽ. ബീഹാറിലെ ബലുച്ചിയിൽ നിന്ന് ഒരു പെരുമഴയത്ത് ആനപ്പുറത്ത് കയറിയാണ് അവർ തിരിച്ചു വരുന്നത്. 79-ൽ 4-ൽ 3 ഭൂരിപക്ഷവുമായി.
അപ്പൊ തോൽവിയൊക്കെ എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവും. അവർ ചെറിയ സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയത്തിനാണ് പ്രധാനം. അത് കേജ്രിവാൾ വളരെ കൃത്യമായി ഇന്നലെ തൊട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷൈബു മഠത്തിൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ഹിന്ദി ബെൽറ്റിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രീ കേജ്രിവാളിന് സാധിക്കും. നോക്കൂ, അങ്ങ് ശ്രീ രഞ്ജിത്ത് രാമേന്ദ്രൻ അങ്ങ് എത്രയോ ഇലക്ഷനെ വിശകലനം ചെയ്യുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അങ്ങേക്ക് അറിയാമല്ലോ, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് ഗ്രാമീണ മേഖലയിലാണ്. BJP എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, BJPക്ക് വലിയ ഒരു ക്രൗഡ് വോട്ട് സ്വീപ്പ് നടത്തുന്നത് എപ്പോഴും അത് നഗരമേഖലകളിൽ നിന്നുള്ള വോട്ടുകളാണ്. ആ വോട്ടിനെ സ്വാധീനിക്കുക, അവിടെ ഒരു വിള്ളൽ വീഴ്ത്തി ആ വോട്ട് ഷെയർ ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അജണ്ടയാണ്. അതിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് കേജ്രിവാൾ. അതിലെന്താ സംശയം? അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാത്ത സീറ്റുകളിൽ, അദ്ദേഹം മത്സരിക്കാത്ത സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. ഇന്നലെ കേജ്രിവാൾ പറഞ്ഞതിനോട് അമിത്ഷായ്ക്ക് മിനിറ്റിന് ഉത്തരം പറയേണ്ടി വന്നില്ലേ? കേജ്രിവാൾ പറഞ്ഞതിനകത്ത് എന്താ യാഥാർത്ഥ്യമില്ലാത്തത്? ശ്രീ രഞ്ജിത്ത് അപ്പോൾ ആ പ്രാധാന്യം രാമേന്ദ്രൻ BJP നൽകുന്നു കേജ്രിവാളിന് എന്നുള്ളതല്ലേ? കാരണം രാഹുൽ ഗാന്ധി സംവാദത്തിൽ ക്ഷണിച്ചിട്ട് മറുപടി ഉണ്ടായില്ല 2-3 ദിവസത്തേക്ക് മോദിയുമായി നേരിട്ട്. ഇന്നലെ സ്മൃതി ഇറാനി അതിന് മറുപടി പറഞ്ഞ സാഹചര്യം ഉണ്ടായത് 3 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ BJP കേജ്രിവാളിൽ പ്രതീക്ഷിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വസന്ത്? ഒരിക്കലുമല്ല. ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ ഐക്യത്തിന്റെ പോർമുഖം എന്നത് കേജ്രിവാളും ഷൈബു മഠത്തിലും വരെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നോക്കൂ, പ്രസന്റ്ലി പൊളിറ്റിക്കലി ഒരു ബൂം ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന കംപ്ലീറ്റ് ചെയ്യണേ. അങ്ങേക്കറിയാം, 122 കേസുകളാണ് 2 വർഷത്തിനുള്ള ഇടയിൽ EDയും CBIയും ചേർന്ന് എടുത്തിരിക്കുന്നത്. അതിൽ 115 കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായാണ്. ബാക്കി 6 കേസുകളുണ്ട്. 6 കേസിൽ 1 വസുന്ധര രാജെ സിന്ധ്യയുടെ മകനെതിരായിട്ടാണ്. ദുഷ്വന്ത് സിംഗ് എപ്പോഴാണ് കേസെടുക്കുന്നത്? രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ച നേതാവ് ഞാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ BJPയുടെ മുഖം ഞാനാണ്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാവണം. ഉടനെ മോദി അച്യുതന്റെ തീരുമാനിക്കുന്നു, മോദിക്ക് ശേഷം അമിത്ഷാ മതി. ആ സ്പേസിലേക്ക് വളരാൻ വസുന്ധരയെ അനുവദിക്കാൻ പാടില്ല. ആ ദിവസം അങ്ങേക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ദിവസം തന്നെ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി വസുന്ധര ചർച്ച നടത്തുമെന്നും കോൺഗ്രസിലേക്ക് അവർ വരുമെന്നും വാർത്ത വരുന്നു. രാജസ്ഥാൻ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ പിറ്റേ ദിവസം ദുഷ്യന്ത് സിംഗിനെതിരെ, അവരുടെ മകൻ ദുഷ്യന്ത് സിംഗിനെതിരെ ED കേസെടുക്കുന്നു. ഒരാഴ്ച സമയം കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ വസുന്ധര പിന്മാറുന്നു. ED എടുത്ത കേസ് അമ്പയെ പരാജയമാവുന്നു. പെഗാസസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളുടെ മുഴുവൻ പേര് അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു. പോട്ടെ, ആ കൂടെ മറ്റൊരു പേര് നമ്മൾ ചേർത്ത് വായിച്ചില്ലേ? ആരുടെ പേരാ? നിതിൻ ഗഡ്കരി. മോദി മന്ത്രിസഭയിൽ ഏറ്റവും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന RSSന്റെ ബാക്ക് സപ്പോർട്ടുള്ള നാഗ്പൂർ ആസ്ഥാനത്ത് നിന്ന് തന്നെ നേരിട്ടുള്ള മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. മോദി അമിത്ഷാ അച്യുതന്റെ എതിരായി നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവായി ഗഡ്കരി വളർന്നു വരുമ്പോ പെഗാസസ് വെച്ച് ഗഡ്കരിയുടെ ഫോൺ ചോർത്തിയ ടീമാണ്. അതല്ലേ കേജ്രിവാൾ പറഞ്ഞത്? അതിനോട് പ്രത്യുത്തരിക്കാൻ ഇത്ര നേരമായി അവർക്ക് സാധിച്ചിട്ടില്ല. നോക്കൂ, ഇതെല്ലാം തുറന്നു പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കന്മാർ, അത് രാഹുൽ ഗാന്ധി ആവും, കേജ്രിവാൾ ആവും, ചിലപ്പോൾ സഹാബ് സീതാറാം യെച്ചൂരി ആവും, ഇടതു നേതാക്കളാവും, സോഷ്യലിസ്റ്റുകളാവും, ജനതാ പാർട്ടി ആവും. അതിനെയെല്ലാം ഒരേ അർത്ഥത്തിൽ യുണൈറ്റഡ് ഫോറത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഏക ഐക്യത്തിന് വേണ്ടി, ഏക ലക്ഷ്യത്തിന് വേണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1ഉം 2ഉം 3ഉം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വലിയ ഇടിവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് മോദി പ്രഭാവം കെട്ടടങ്ങി എന്നത് വ്യക്തമാക്കുന്നത് കൊണ്ടാണ് മോദി അടക്കം അമിത്ഷാ അടക്കം BJP ടീം വിറളി കൊണ്ട് പറയാവുന്ന നെറുകേട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടും രക്ഷയില്ലാതെ ഒടുക്കം കേജ്രിവാളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോകുന്നത്. കേജ്രിവാൾ മാത്രമല്ലല്ലോ, ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ, ഒരാൾ രാജിവെച്ചു, 2 മുഖ്യമന്ത്രിമാരെ പിടിച്ചു ഉള്ളിലിടുന്നു. അതുമായി ബന്ധപ്പെട്ട അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം അവരുടെ വിമർശനം മുമ്പോട്ട് വെക്കുന്നു. ഇന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ട്, ഇന്നലെ വന്ന വിധിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ്. ആ വിധിയിൽ സുപ്രീം കോടതി വിവക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു എക്സ്ക്യൂസും അല്ല. അങ്ങേക്കറിയാമല്ലോ, ഈ പാനലിൽ BJP പ്രതിനിധി അടക്കം അഭിഭാഷകനാണ്, ഞാനും അഭിഭാഷകനാണ്. നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു സ്വരം സുപ്രീം കോടതിയിൽ നിന്ന്, ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു സ്വരം സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുന്നു. സുപ്രീം കോടതിയുടെ പറയുന്നു, മറ്റൊരു എക്സ്ക്യൂസും ഞങ്ങൾ നോക്കുന്നില്ല, മറ്റൊരു സിനാറിയോയും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ സമയത്ത് രാഷ്ട്രീയം സംസാരിക്കാൻ ഒരു പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അധ്യക്ഷന് സ്വാഭാവികമായും മൗലിക അവകാശമായി തന്നെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ പരിഗണിക്കുന്നതുകൊണ്ട് കേജ്രിവാളിന് വെളിയിലേക്ക് പോകാം എന്ന് പറയുമ്പോ അതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
എന്തിനാണ് കേജ്രിവാളിനെ ഉള്ളിൽ ഇട്ടതെന്ന് സുപ്രീം കോടതി പറയാതെ പറയുന്നുണ്ട്. രാഷ്ട്രീയം സംസാരിക്കാതിരിക്കാനാണ് മോദി എന്ന ഏകാധിപതി, യോഗേന്ദ്ര യാദവ് ഒക്കെ പറയുന്നത് പോലെ ഹിന്ദി ബെൽറ്റിലെ ഹൃദയഭൂമിയിലെ ചായക്കടക്കാരും നെൽകർഷകനും ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പോലെ ആ ഏകാധിപതി രാഷ്ട്രീയം സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവിനെ പിടിച്ച് ഉള്ളിലിട്ടത് അമ്പയെ പരാജയപ്പെട്ടു ശരി ശരി ലാൽകുമാർ, ഇവിടെ കെജ്രിവാൾ എഫക്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായെങ്കിലും ഇപ്പോൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പാണല്ലോ നാളെ നടക്കാൻ പോകുന്നത്. 96 മണ്ഡലങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 380 സീറ്റുകൾ പൂർത്തിയാവുകയാണ്. ഈ 96 മണ്ഡലങ്ങളിലെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം പ്രതിപക്ഷ സഖ്യത്തിൽ കെജ്രിവാളിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ടോ? ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഏത് ഗ്യാപ്പാണ് ഇപ്പോൾ കെജ്രിവാൾ നികത്താൻ സാധിച്ചുവെന്ന് താങ്കൾ കരുതുന്നത്? നോക്കൂ, ആദ്യത്തെ പ്രധാനമായ ചോദ്യം BJP അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേജ്രിവാളിനെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിശക്തമായും വ്യക്തമായും പറയുകയാണ്, ഭയപ്പെടുന്നുണ്ട്. കാര്യം നിങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് ഇവർ ആർഗ്യുമെന്റ്സ് പോയി കേട്ടു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഒന്നും എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്ര ഡെസ്പറേറ്റ് ആയിരുന്നു കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ അകത്തിടാൻ എന്നുള്ളത്. അത് നമുക്ക് സുവ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. നോക്കൂ, മോഡിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണ്? അബദ്ധം സുപ്രീം കോടതി പോയി ജാമ്യം എതിർത്തതല്ല, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു. 2 വർഷം മുമ്പ് ഉണ്ടായ ഒരു കേസിൽ അപ്രൂവറുടെ മൊഴിയോട് മാത്രം നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു. ആ അപ്രൂവറിൽ നിന്ന് നിങ്ങൾ തന്നെ പണം വാങ്ങിച്ചിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്രൂവറിൽ നിന്ന് എത്ര കോടിയാണ് BJP വാങ്ങിച്ചിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വഴി? ഇത് ജനം കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇവിടെ വന്നൊരു ജയസൂര്യൻ ഉന്നയിച്ച ഒരു പ്രഥമമായ വാദം, അദ്ദേഹം ഒരു ദേശീയ നേതാവല്ല എന്നുള്ളതാണ്. ദേശീയ നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കാൻ പറ്റില്ല. നോക്കൂ, ഒരാൾക്ക് ദേശീയ പാർട്ടിയാണോ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടി സ്ഥാനം അവർക്കുണ്ട്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നിടത്തോളം അവർ ദേശീയ പാർട്ടി തന്നെയാണ്. അതെല്ലാം പോട്ടെ, മഹാരാഷ്ട്രയിൽ അവരില്ല, അല്ലെ ഗുജറാത്തിലില്ല, UP-യിലില്ല, ഇതൊക്കെ ശരിയാ. പക്ഷെ അതുകൊണ്ട് ആ മനുഷ്യൻ പറയുന്ന കണ്ടന്റിനെ എങ്ങനെ ആ സമൂഹത്തിന് ഇല്ലാതാക്കാൻ പറ്റും? അങ്ങേര് പറയുന്ന സത്യത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ലീഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പാർട്ടി സംഘടന ചിലപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ UP-യിലോ കാണണമെന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന നേതാവ് പറയുന്ന തെറ്റാവൂ? അതുകൊണ്ട് ആ മനുഷ്യൻ ദേശീയ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവ് ദേശീയ നേതാവല്ലാതെ ആകുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അദ്ദേഹം ദേശീയ നേതാവാകും എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന അറ്റാക്കുകൾ, അത് മോദിയുമായും അമിത്ഷായുമായും യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട, അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ശൈലിയല്ല. അദ്ദേഹം കുറച്ചുകൂടി പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുകയും വലിയ അറ്റാക്കിംഗ് മൂഡുള്ള ഒരാളുമല്ല. ഇവിടെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട, അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ വഴങ്ങാത്ത അല്ലെങ്കിൽ അവർ പ്രയോഗിക്കാത്ത, അവർക്കെന്തോ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയം കെജ്രിവാൾ പയറ്റുന്നത് പോലെ കാണുന്നു. അമിത്ഷാ അതിൽ പ്രതികരിക്കേണ്ടി വരുന്നു. ഈ ഇത്തരത്തിൽ ഒരു മാറ്റം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട നേതാവിന് സംഭവിക്കുമ്പോൾ അത് ഈ BJP-യുടെ വലിയ തോതിൽ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതൊക്കെയാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ലുക്ക്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേജ്രിവാളിന്റെ വരവ് എങ്ങനെയാണ്? കേജ്രിവാളിന്റെ വരവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും BJP-യും തോപ്പിച്ചുകൊണ്ടാണ്. BJP-ക്ക് കിട്ടിയ സീറ്റ് എത്രയായിരുന്നു ആദ്യം കേജ്രിവാൾ മുഖ്യമന്ത്രിയായപ്പം? 3 സീറ്റാണ് അല്ലേ? അവരെ ഡെസിമേറ്റ് ചെയ്യുന്ന രീതിയിൽ, BJP എന്ന് പറയുന്ന പാർട്ടിയെ ഡൽഹിയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ ആണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ വരവറിയിച്ചത്. അപ്പൊ കേജ്രിവാളിന് BJP-യുടെ മുന്നിൽ കേജ്രിവാൾ ഒരു ഡസ്റ്റ് ആണ് എന്ന് പറയുമ്പം ആ ഡസ്റ്റിന്റെ മുന്നിൽ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഒരു വലിയ ട്രെയിനിന്റെ മുന്നിൽ വരുന്ന തവളയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ തവളയുടെ മുന്നിൽ നിങ്ങൾ 3 സീറ്റ് മാത്രമായി ഡൽഹി ക്യാപിറ്റലിൽ നിങ്ങൾ ഒതുങ്ങി എന്നുള്ള രാഷ്ട്രീയ സത്യം നമ്മുടെ മുന്നിലില്ലേ? അത് ഞാൻ പറഞ്ഞ കള്ളത്തരമല്ലല്ലോ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ. എന്റെ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ ഈ പറയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? ഒരാളെ പിടിച്ച് അനാവശ്യമായി ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് ജനം കരുതുന്നു. ആ ജനം കരുതുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ജനം കരുതുന്നത് കേരളത്തിൽ ഇരിക്കുന്ന ജനം കരുതുന്നു. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ വേരുകളുള്ള പാർട്ടിയാണോ? അല്ല. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടോ? ഇല്ല. പക്ഷേ
ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനോട് തെറ്റാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ജനങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ആ ഇംപ്രഷൻ അദ്ദേഹം ഈ പറയുന്ന ഓരോ സ്ഥലത്തും പോയി സംസാരിക്കാൻ പോവുകയാണ്. BJP തോപ്പിച്ചിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ മിടുക്കനാണ്, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. അത് രാഹുൽ ഗാന്ധിയുമായിട്ട് കമ്പാരിസൺ നടത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ഉദാഹരണം, ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരാൾ അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി ഒരു ഇലക്ഷനിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ആളാണ്, പക്ഷെ മോഡിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പൊ ഒരാളുടെ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേരുടെ കോമ്പീറ്റൻസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയെ ഹെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഡിപ്ലോമാറ്റിക് റൂട്ട് എടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ആ റോൾ ചിലപ്പം അരവിന്ദ് കെജ്രിവാളിന് വഹിക്കാൻ പറ്റണമെന്നില്ല. അടിസ്ഥാനപരമായി ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ്, ഇത് കേജ്രിവാൾ പറയുന്നത് ഇവര് ഭയപ്പെടുന്നു എന്നുള്ളതല്ല, അതിനുപരി ഇവർ ജനങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ജനം ഇവർക്കെതിരായി എന്നുള്ളത് വളരെ വ്യക്തമായി പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. രഞ്ജിത്തിന്റെ മാധ്യമ ചരിത്ര ഈ പറയുന്ന ഇത്രയും നാള് ഈ സമൂഹത്തിൽ മാധ്യമ പ്രവർത്തകനായി നിന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു 15 വർഷം, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയായി 10 വർഷം. ഇത്രത്തോളം മോശമായ സംഭാഷണ ശൈലിയിൽ, പ്രസംഗ ശൈലിയിൽ പ്രധാനമന്ത്രി ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രിയിലുള്ളത് വളരെ വലിയ എമൗണ്ട് ഓഫ് ഡെസ്പറേഷൻ ആണ്. ഈസ് കംപ്ലീറ്റ്ലി ഫുള്ളി ഡെസ്പറേറ്റ്. ആ ഡെസ്പറേഷൻ അദ്ദേഹം മുസ്ലിം 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 എന്നുള്ള പദം വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ഏതാണ്ട് ഹിന്ദു വോട്ടുകൾ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഇതൊന്നും വർക്കാകുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രാവശ്യത്തെ RSS ഇന്ത്യ മുന്നണിയിലുള്ള അല്ലെങ്കിൽ സെക്യുലർ ക്രിഡൻഷ്യലുള്ള ആൾക്കാരുടെ മെറിറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ മോഡി നേരിടുന്ന അടുത്ത ഒരു ശത്രുവുണ്ട്. അത് ആരാണെന്നറിയോ? അത് RSS ആണ്. RSSന് ഇത് വളരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ ഇത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. RSSൽ നിങ്ങൾ അടുത്ത് അറിയാവുന്നവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RSSന് ഒരു ഭയം കയറിയിട്ടുണ്ട് മോഡിയിൽ. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. രാമക്ഷേത്രം എന്ന് പറയുന്ന കോൺസിക്രേഷൻ സെറമണി RSS മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റിനെ പൂർണ്ണമായി നരേന്ദ്രമോദി ഹൈജാക്ക് ചെയ്തു എന്നൊരു തോന്നൽ RSS നേതൃത്വത്തിനുണ്ട്. ഇയാളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ, ഇയാൾ എന്നുള്ള പ്രയോഗം ഞാൻ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഡിസ്റെസ്പെക്ടബിളി ഉപയോഗിക്കുന്നതല്ല. ഇയാളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ RSSനുണ്ട്. ആ കാര്യം, നിങ്ങൾ കയറി വരുന്നു, ഒരു ട്രെയിനിന്റെ മുന്നിൽ കയറി നിങ്ങൾ അങ്ങ് നിൽക്കുന്നു, ഇത്രയും നാൾ ഓടിച്ച ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് പൂർണ്ണമായി ഇദ്ദേഹം എടുക്കുന്നു. ഈ ക്രെഡിറ്റ് എടുക്കുന്നത് ഏറ്റവും മോശമായ പ്രവർത്തികൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എന്നുള്ളത് വേറെ വിഷയം. അത് ആ രാഷ്ട്രീയ എതിർപ്പുകളോട് നമുക്ക് വ്യക്തത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നിരുന്നാലും RSSന് കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർക്ക് പോലും ഈ പറയുന്ന മോഡിയുടെ ചേഷ്ടയോട് എതിർപ്പുണ്ട്. കാരണം ഈ പറയുന്ന ഏറ്റവും വലിയ വിഷയം, മോഡി ഇവരെ ഒക്കെ ഹൈജാക്ക് ചെയ്യുന്നു, മോഡി ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ജയസൂര്യൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിലൊന്ന് ലാൽകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്കറിയാം NDA സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി 400+ എന്ന് പറഞ്ഞാണ് തുടക്കത്തിൽ, ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിൽ നേടാൻ ഒരുങ്ങിയത്. പിന്നീട് പ്രചരണ ആയുധങ്ങൾ പലതായി മാറി മറിഞ്ഞു. അതൊക്കെ ഓരോ സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും. പക്ഷെ അപ്പോഴും ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ ആദ്യം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് അത്തരത്തിൽ ED-യുമായി ബന്ധപ്പെട്ട കേസാണ് എന്നൊക്കെ നിങ്ങൾ പറയും എങ്കിൽ പോലും അത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറായി പോയി എന്ന ആക്ഷേപത്തിന് മറുപടി വേണം. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി അടക്കം ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും 4ാം ഘട്ടത്തിൽ പോലും മറ്റു ചില അജണ്ടകളാണ്. മോദിയുടെ വികസനവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ കുറച്ച് മറ്റു പല വിഷയങ്ങളിലേക്കും പോയത് ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ സാഹചര്യത്തിലാണ് എന്നും പറഞ്ഞു വെക്കുന്നു. ഇത് രണ്ടിനും മറുപടി വേണം. അതില് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും അകത്തിട്ടതും കേസുണ്ടാക്കിയതും ഒക്കെ ആരാണ് എന്നങ്ങ് മറക്കുന്നത് എന്തിനാ? അതായത് ഡൽഹി PCC അധ്യക്ഷൻ അനിൽ ചൗധരി ആണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്. അതിനെ തുടർന്ന് മിക്കവാറും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ച് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, ഇതായിരുന്നല്ലോ നിരന്തരമായ ചോദ്യം. അപ്പൊ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അനിൽ ചൗധരി ഡൽഹിയില് ഈ കാര്യത്തിൽ കേസ് കൊടുക്കാൻ വേണ്ടി പ്രക്ഷോഭവും സമരവും പത്രസമ്മേളനവും പരാതിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കോൺഗ്രസ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അകത്തിടുകയും ചെയ്തു കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ നയം എന്തുകൊണ്ടാണ് മാറിയത്?
അപ്പൊ ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് BJP ആണ് ചെയ്യുന്നത് എന്ന്. ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളും കോടതികളും, നമ്മൾ കോടതിയെ കുറിച്ച് ഇപ്പം വലിയ വായിൽ പുകഴ്ത്തിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് എങ്കിൽ ഈ കോടതിക്ക് തള്ളിക്കളയാമായിരുന്നില്ലേ? ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ഇതിനകത്ത് യാതൊരു കഴമ്പും കാമ്പുമില്ല, ഇതിൽ യാതൊരു പോയിന്റും ഇല്ല, അതുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ അകത്തിടാൻ സാധ്യമല്ല എന്ന് പറയാമായിരുന്നില്ലേ? എന്നിട്ട് അത് പറഞ്ഞില്ലല്ലോ. കോടതി എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്? എത്ര തവണ ജാമ്യത്തിന് വേണ്ടി പോയി, ജാമ്യം എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? അപ്പോൾ അവിടെയൊക്കെ കോടതിക്കും ബോധ്യമായിട്ടുണ്ട് ഇതിൽ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല അപ്പൊ കോടതിയുടെ മുമ്പിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഹാജരാക്കി ജാമ്യം നേടാൻ കഴിയാതെ വന്നു. ഇപ്പൊ അകത്ത് കിടക്കുകയാണ്. കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യമല്ല ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കോടതി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാര്യം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും അത് കോടതിയിൽ ചെല്ലുകയും നിരന്തരമായിട്ട് ആ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ജാമ്യാപേക്ഷയൊക്കെ നിരസിക്കപ്പെട്ട് വീണ്ടും അകത്ത് പോവുകയും ചെയ്ത കേജ്രിവാളിനെ BJP ആണോ പിടിച്ചത്? കോൺഗ്രസ് അല്ലേ പിടിച്ചത്? കോൺഗ്രസ് അല്ലേ കേസ് കൊടുത്തത്? ആ ഒരു കാര്യം എന്താ മറന്നു പോകുന്നത്? ഇനി മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടു, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിടിച്ചകത്തിട്ടത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന്. തെരഞ്ഞെടുപ്പിന്റെ സമയത്താണല്ലോ ഈ കേസ് വന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ 9 തവണ സമൻസ് അയച്ചല്ലോ. ഇന്ത്യയിലെ നിയമ സംവിധാനത്തോടും അന്വേഷണ ഏജൻസികളോടും കോടതികളോടും ഭരണഘടനയോടും എന്തെങ്കിലും കൂറ് ഈ പറയുന്ന കേജ്രിവാളിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യത്തെ സമൻസ് വരുമ്പോ തന്നെ ധൈര്യമായിട്ട് വന്ന് സമൻസ് അനുസരിച്ച് കീഴടക്കണ്ടേ? എന്നിട്ട് കോടതിയിൽ പറയണ്ടേ കാര്യം എന്താണ്? അന്വേഷണ ഏജൻസികളോട് സഹകരിക്കണ്ടേ? ഐഫോണിന്റെ പാസ്വേഡ് പോലും ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ അന്വേഷണ ഏജൻസികളോട് പരിപൂർണമായിട്ട് നിസ്സഹകരിച്ചിട്ട് കോടതിയിൽ അവസാനം കീഴടങ്ങേണ്ടി വരുന്ന ഒരു ഗതികളിലേക്ക് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ ഭരണഘടനയോടും രാജ്യത്തോടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടും കോടതിയോടുമുള്ള ആദരവ് കൊണ്ടാണോ? ഇതല്ലേ യഥാർത്ഥം? അപ്പൊ കോൺഗ്രസ് കേസ് കൊടുത്ത് പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞിട്ട് BJP ഇത് അറസ്റ്റ് ചെയ്തു. 9 തവണ സമൻസ് കൊടുത്തിട്ട് സമൻസ് അനുസരിച്ച് ഹാജരാകാതിരുന്നിട്ട് ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് BJP ചെയ്തു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അപ്പോൾ ഏതെങ്കിലും നിയമപരമായ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പുകഴ്ത്തപ്പെടുന്ന കോടതി അന്ന് ഇദ്ദേഹത്തെ പുറത്തുവിടില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? തീഹാറി കിടത്തിയല്ലേ. ഇനി 2-ാം തീയതി 11 മണിക്ക് അതിലോട്ടല്ല ചെന്ന് കയറേണ്ടത്. അപ്പോൾ ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ നിൽക്കുന്ന വ്യക്തിക്ക് സമൂഹം അത്രമാത്രമേ വില കൊടുക്കാൻ പോകുന്നുള്ളൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവും മറുപടി വേണം. ഒരു ഇടക്കാല ജാമ്യം മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. 2-ാം തീയതി ജയിലിലേക്ക് പോകേണ്ട ആളാണ്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചില പരാമർശങ്ങൾ ഈ ജാമ്യവ്യവസ്ഥയിലുണ്ട്. അതായത് സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ പറ്റില്ല, മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല, ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു സംസാരവും പാടില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മാത്രം പങ്കെടുക്കാം എന്നാണ്. അപ്പോൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെയുള്ളൊരു വിധി അതിനെ ഇത്ര വലിയ ആഘോഷമാക്കേണ്ടതുണ്ടോ? ആ കേസ് അതുപോലെ അവിടെ കിടക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും. അല്ല, അത് മാത്രമല്ല ശ്രീ രഞ്ജിത്ത്, നമ്മുടെ ബിജെപിയുടെ പ്രതിനിധി ജയസൂര്യൻ, അദ്ദേഹം അഭിഭാഷകനാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം നിയമങ്ങൾ അറിയാതെ, വസ്തുതകൾ അറിയാതെ പറയുന്നതല്ല. BJPക്ക് ഉണ്ടായ വലിയൊരു ജാള്യത, ആ ജാള്യത മറച്ചു വയ്ക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിനെ അവർ ഭയപ്പെട്ടു. അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ പല വഴികൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആലോചിക്കുന്നു. അതിലിങ്ങനൊരു കേസ് വരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതി കേസ് എന്നാണല്ലോ ഇവർ ആവർത്തിച്ച് പറയുന്നത്. അഴിമതി കേസാണെങ്കിൽ കേസെടുക്കേണ്ടത് ED അല്ല, കേസെടുക്കേണ്ടത് CBI ആണ്, അല്ലെങ്കിൽ ഡൽഹി പോലീസാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചല്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കുകയാണെങ്കിൽ നമ്മളുടെ വിവിധ സുപ്രീം കോടതി വിധികളിലൂടെയും ഹൈക്കോടതി വിധികളിലൂടെയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതായത് അധികാരത്തിലിരിക്കുന്നയാൾ അദ്ദേഹം ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയ ഒരാൾക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആനുകൂല്യം കൊടുത്തതിനൊരു തെളിവ് വേണം. മറ്റൊന്ന്, ഇതിൽ ഒരു കിക്ക് ബാക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം വാങ്ങിയതിന് തെളിവ് വേണം. ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസ് നിലനിൽക്കണമെങ്കിൽ പോലും അത് ആവശ്യമാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തത് PMLA ആക്ട് അനുസരിച്ചാണ്, കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചാണ്. ഈ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ അവിടെയാണ് ED വരുന്നത്. കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യ 1990-കളിൽ ഒപ്പിട്ട UN ചാർട്ടറിൽ രണ്ട് തവണയായി ഒപ്പിട്ട UN ചാർട്ടറുകൾ അനുസരിച്ച്
രാജ്യാന്തര കള്ളപ്പണം നീക്കം തടയുന്നതിനും കള്ളക്കടത്ത് തടയുന്നതിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വിധ്വംസക പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി ഉണ്ടാക്കിയ ഒരു നിയമമാണ് PMLA ആക്ട്. അതിൻ്റെ പേരൊരു മിസ്നോമറാണെന്ന് പറയാം. കാരണം കള്ളപ്പണമല്ല അതിലെ അടിസ്ഥാന സംഗതി, കള്ളക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ വളരെ കർക്കശമായ ചില വ്യവസ്ഥകളുണ്ട്. ഈ PMLA ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ സെക്ഷൻ 19 അനുസരിച്ച് ചില വ്യവസ്ഥകളുണ്ട്. ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത് ആ വ്യവസ്ഥകളാണ്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു പിന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന്. അരവിന്ദ് കെജ്രിവാൾ ഒരു കോടതിയിലും ഒരു ജാമ്യാപേക്ഷയും കൊടുത്തിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ പിന്നെ റോസവന്യൂ കോടതിയിൽ, അതായത് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല, ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല, സുപ്രീം കോടതിയിലും ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ആകെ കൊടുത്തിട്ടുള്ളത് ഒരേ ഒരു അപേക്ഷ മാത്രമാണ്. അത് സെക്ഷൻ 19 അനുസരിച്ചുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഈ അറസ്റ്റ്. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ്, EDയുടെ അറസ്റ്റ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. ആ ആവശ്യത്തിന്മേൽ കോടതിയിൽ വാദം നടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാനത് സൂചിപ്പിക്കാൻ കാരണം സെക്ഷൻ 19 അങ്ങനെ ഒരു സെക്ഷൻ വരാൻ കാരണം നമുക്കിപ്പോൾ CRPC അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. മറ്റ് ഇന്ത്യയിൽ വേറെ പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കൊന്നും ഇങ്ങനൊരു വ്യവസ്ഥ ബാധകമല്ല. ഇങ്ങനൊരു വ്യവസ്ഥ PMLA ആക്ടിൽ ഉണ്ടാവാൻ കാരണം PMLA ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. സെക്ഷൻ 45 അനുസരിച്ച് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ നോൺ ബെയിലബിൾ ആണ് എല്ലാ സെക്ഷൻസും എന്ന് ആ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 2019 കൊണ്ടുവന്ന ഒരു ഭേദഗതി പ്രകാരം ഒരു പാരഗ്രാഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് ആഡ് ചെയ്തു. ആ പാരഗ്രാഫിനനുസരിച്ച് ഒരു ജഡ്ജിക്കും ഒരു കോടതിക്കും ജാമ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ ന്യായമാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട് സെക്ഷൻ 19. ആ കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ കോടതിയിൽ കൊടുത്ത കേസ്. ആ കേസിൻ്റെ ഹിയറിംഗ് വേളയിലാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇങ്ങോട്ട് പറയാണ്. കാരണം ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. പെട്ടെന്ന് വാദം നടത്തി തീർക്കാനൊക്കില്ല. സുപ്രീം കോടതി അടുത്ത ആഴ്ച അവധിയിലേക്ക് പോകണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഇന്ററിം ബെയിൽ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ നിർദ്ദേശിച്ചതാണ്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അരവിന്ദ് കെജ്രിവാളിനെതിരെ എടുത്തിരിക്കുന്ന അഴിമതി കേസല്ല. PMLA ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാമെന്ന് ഗൂഢാലോചന നടത്തി. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഒരേ ഒരു വ്യക്തി, നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അത് പറഞ്ഞതാണ്, ശരത്ചന്ദ്ര റെഡ്ഡി എന്ന ഒരു ഫാർമ കമ്പനിയുടെ മുതലാളി. അദ്ദേഹത്തെ ഈ കേസിൽ ആദ്യം പ്രതിയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിൽ കിടന്ന ശേഷം 3 മാസങ്ങൾ ജയിലിൽ കിടന്ന ശേഷമാണ് അദ്ദേഹം കൊടുത്ത സകല മൊഴികളിലും അദ്ദേഹം 10ഓളം തവണ അദ്ദേഹം മൊഴി കൊടുത്തു. ഈ സകല മൊഴികളിലും കെജ്രിവാളിനെ അറിയില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് അവസാനം ഒരു മൊഴി കൊടുപ്പിക്കുന്നു. അദ്ദേഹം കെജ്രിവാളിനെ കണ്ടു, കെജ്രിവാളിന് പണം കൊടുത്തു എന്ന് പറയിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനി 60 കോടി രൂപയാണ്, 59.5 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി പിന്നെ ഇലക്ട്രൽ ബോണ്ടുകളായിട്ട് BJPക്ക് കൊടുത്തത്. ഇവിടെ കഴിഞ്ഞ 2 വർഷമായി BJP നടത്തി വന്ന ഒരു ഗൂഢാലോചന ഇതിലൂടെ പുറത്തു വന്നു. ഇതിപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. ഇത് അദ്ദേഹത്തിന് BJPയുടെ നേതാവിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവർക്കൊരു വലിയ അബദ്ധം പറ്റി. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തെ ക്യാമ്പയിനിൽ നിന്ന് മാറ്റി നിർത്താൻ വിചാരിച്ചു. പക്ഷേ എന്താ സംഭവിച്ചേ? ക്യാമ്പയിൻ പകുതി വഴിയിലായപ്പോൾ ഇലക്ഷൻ്റെ 4ാം ഘട്ടം വരുമ്പോൾ കോടതി അദ്ദേഹത്തെ തുറന്നുവിടുകയാണ് ചെയ്തത്. BJP വലിയ ജാള്യതയിലായിരിക്കുക. BJP ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യം. കെജ്രിവാൾ അങ്ങനെ കോൺഗ്രസിനെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞതും അജയ് മാക്കനാണ്. ആ വാർത്താ സമ്മേളനവും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സുലഭമാണ്, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അത് കോൺഗ്രസുകാർ പരാതി കൊടുത്തിട്ടാണ് കേസുണ്ടായത്. ആം ആദ്മിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ്സുകാരായിരുന്നു. കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് പ്രസക്തമായ വാദമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ യോജിപ്പുണ്ടായി, ഡൽഹിയിലെങ്കിലും ഉണ്ടായി എങ്കിൽ പോലും ആ വാദവും പ്രസക്തമായി അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. രഞ്ജിത്ത്, അങ്ങനെയാണെങ്കിൽ BJP ഒരു കാലഘട്ടത്തിൽ അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ശേഷവും അവർ ഉയർത്തിവിട്ട ചില ആരോപണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഹിമന്ത് വിശ്വ ശർമ്മ രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ ഏറ്റവും വലിയ അപ്പസ്തോലനാണ് ഹിമന്ത് വിശ്വ ശർമ്മ എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ ഇലക്ഷൻ റാലിയിലാണ്. ഹിമന്ത് വിശ്വ ശർമ്മ ഇന്ന് എവിടെയാണ്? ഹിമന്ത് വിശ്വ ശർമ്മ ഇന്ന് BJPയുടെ സൽപുത്രനാണ്. BJPക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ്. കേരളത്തിൽ അടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ. രണ്ടാമത്, നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയാണ് NCP സമം നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി. ആൻഡ് ദേർ ഈസ് എ ക്യാപ്റ്റൻ ഫോർ ദാറ്റ് പാർട്ടി. ആരാ ക്യാപ്റ്റൻ? അജിത് പവാർ ആണ് നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയുടെ കറപ്റ്റഡ് ലീഡർ എന്ന് പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ നടന്ന ഏറ്റവും വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ നേരിട്ടാണ്
ആ അജിത് പവാർ എവിടെയാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ 115ഓളം കേസുകളിൽ 18 നേതാക്കൾ, ആ 18 നേതാക്കൾ BJPയുമായി സഹകരിച്ചു. കേസെല്ലാം ED തേച്ചു വായിച്ചു കളഞ്ഞു. ഇപ്പൊ നേരത്തെ ഷൈബു മഠത്തിൽ വളരെ കൃത്യമായി PMLA ആക്ടിനെ പറ്റി പറഞ്ഞു. ആ PMLA ആക്ടിൽ കേസെടുത്താൽ പിൻവലിക്കണമെങ്കിൽ വ്യക്തമായ റീസൺ കോടതിയിൽ സമർപ്പിക്കണം എന്നിരിക്കെ ഹിമന്ത് വിശ്വ ശർമ്മയ്ക്കെതിരെയും അജിത് പവാറിനെതിരെയും ഞാൻ നേരത്തെ പറഞ്ഞ 18ഓളം നേതാക്കൾക്കെതിരെയും BJP നേതാക്കളുടെ നേരിട്ടുള്ള പരാതിയിൽ എടുത്ത കേസുകളെല്ലാം ED കെട്ടിപ്പൂട്ടി. ഒരു കോടതിയിലും ചോദ്യമില്ല, ഒരു കോടതിയിലും വിശദീകരണമില്ല. നോക്കൂ, മേഘാലയയിൽ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കോങ്ങാട് സാങ്മ കഴിഞ്ഞ തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അമിത്ഷാ അവിടെ ചെന്ന് പറയുന്നു, നോക്കൂ നിങ്ങൾ കോങ്ങാട് സാങ്മയ്ക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി, അതായത് കോങ്ങാട് സാങ്മ എന്ന മുഖ്യമന്ത്രിയാകാൻ പോകുന്ന നേതാവിനെ തീഹാർ ജയിലിൽ വന്ന് കാണേണ്ടി വരുമെന്ന് പറയുന്നു. കോങ്ങാട് സാങ്മയുടെ പാർട്ടി ഒരു ഭൂരിപക്ഷം നേടുന്നു. BJPയുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന അവസ്ഥ ഉണ്ടാകുന്നു. അമിത്ഷാ പിറ്റേന്ന് അതായത് ഈ പ്രസംഗം ഇലക്ഷന്റെ 2 ദിവസം മുമ്പായിരുന്നു, അതിന്റെ റിസൾട്ട് വന്നു. പിറ്റേന്ന് അമിത്ഷാ പറഞ്ഞിറങ്ങുന്നു, കോങ്ങാട് സാങ്മയുമായി കൈ കൊടുക്കുന്നു, അവർ സർക്കാർ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പരാതി കൊടുത്ത കഥയൊക്കെ പറഞ്ഞാൽ എന്റെ ജയസൂര്യ, ഒരു ഡസൻ പരാതി BJPയുടെ നിങ്ങളുടെ വിവിധ നേതാക്കൾ, ഞങ്ങളുടെ ഏതോ PCC അധ്യക്ഷൻ കൊടുത്ത കഥയാണല്ലോ അങ്ങ് പറയുന്നത്. നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കൾ തൊട്ട് കൊടുത്ത കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ഡൽഹിയിൽ ഇവർ ആരെയൊക്കെയാണ് മാറ്റി നിർത്തിയേക്കുന്നത്? ഡൽഹിയിൽ 7 സീറ്റ് കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് നടത്തിയാണ് BJP. ആ ക്ലീൻ സ്വീപ്പ് നടത്തിയെടുത്ത് നിന്ന് ഇവർ മാറ്റി നിർത്തി ഈ തവണ സീറ്റ് കൊടുക്കാത്തത്. ഒന്നാമത്തെ ആളുടെ പേര് മീനാക്ഷി ലേഖി. ആരാ മീനാക്ഷി ലേഖി? മീനാക്ഷി ലേഖി BJPയുടെ വിഷം വമിപ്പിക്കുന്ന യന്ത്രം തന്നെയാണ്. ആ മീനാക്ഷി ലേഖിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. രണ്ടാമതായി ഇവർ അവിടെ സീറ്റ് കൊടുക്കാത്തത് ഹർഷവർദ്ധനാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി, മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ നിതിൻ ഗഡ്കരിക്ക് ശേഷം ആ മന്ത്രിസഭയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ RSSുമായി ചേർന്ന് നിൽക്കുന്ന RSSന്റെ പ്രിയങ്കരനായ മോദി അമിത്ഷാ അച്യുതനോട് ചേർന്ന് നിൽക്കാത്ത നേതാവ് ഹർഷവർദ്ധൻ സീറ്റിലെ ഡൽഹിയിൽ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം ഹൈലി കോൺഫിഡന്റ് ആണെങ്കിൽ, നേരത്തെ ജയസൂര്യൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാക്സോ പാർ എന്നുള്ള മുദ്രാവാക്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നെങ്കിൽ എന്തിനാണെന്ന് മീനാക്ഷിയിലേക്കും ഈ പറയുന്ന ഇവരുടെ മുൻ മന്ത്രി ഹർഷവർദ്ധനെയൊക്കെ മാറ്റി നിർത്തുന്നത്? മത്സരത്തിൽ ഇറക്കി വിടണമെന്നേ, അതിനുള്ള ആർജവം കാണിക്കണ്ടേ? അതിനുള്ള ആർജവം കാണിക്കാത്തവർ നോക്കൂ. ശ്രീ രഞ്ജിത്ത് 1ാം ഘട്ടത്തിൽ കേരളത്തിൽ വന്ന് തൃശ്ശൂരിൽ മോദി ക്യാ ഗ്യാരണ്ടി എന്ന് പ്രസംഗിച്ചതല്ലാതെ പിന്നീട് ഇലക്ഷന്റെ എവിടെയെങ്കിലും, ഇന്നലെ അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ അഡ്രസ് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും മോദി ഗ്യാരണ്ടി എന്നൊരു വാക്ക് തുറന്നു പറയാൻ അമിത്ഷായോ നരേന്ദ്രമോദിയോ ഹിമന്ത് വിശ്വ ശർമ്മയോ അജിത് പവാറോ, എന്തിനേറെ പറയുന്നു കോട്ടയംകാരനായിട്ടുള്ള ജയസൂര്യനെങ്കിലും ഏതെങ്കിലും കോർണർ പ്രസംഗത്തിലെങ്കിലും പോയി പിന്നീട് പറഞ്ഞിട്ടുണ്ടോ മോദി ക്യാ ഗ്യാരണ്ടി? ബൂമറാങ്ങായി തിരിച്ചടിച്ചില്ലേ? ബൂമറാങ്ങായി തിരിച്ചടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ ഇവർ മോദി ക്യാ ഗ്യാരണ്ടി ഉപേക്ഷിച്ചു. മോദി ക്യാ ഗ്യാരണ്ടി എക്സ്പയറി ആയി. ആ ക്യാപ്സൂൾ ഇനി എക്സ്പയറി ആയി കഴിഞ്ഞപ്പോ പിന്നെ മുസ്ലിം വർഗീയതയായി, കോൺഗ്രസിനെതിരെയുള്ള ആഞ്ഞടിക്കലുകളായി. ഏറ്റവും ഒടുക്കം അവർ രക്ഷയില്ലാതെ മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. ശ്രീ ജയസൂര്യൻ ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അദ്ദേഹം ചോദിച്ചു, കോടതി അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ അന്ന് രാത്രിയിൽ മനു അഭിഷേക് സിംഗ്വി അവതരിപ്പിക്കുമ്പോൾ അതേപടി ഇതാ ജാമ്യം കൊടുത്തിരിക്കുന്നു പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പോരെന്ന്. PMLA ആക്ട് എന്താ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ആക്ടാണ്. അതിനെ മോദി വെളുപ്പിക്കാനാണ് ഇപ്പൊ ഇവർ ഉപയോഗിക്കുന്നത്. അത് പോട്ടെ, മോദി വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇവര് കള്ളപ്പണം വെളുപ്പിക്കുന്ന നിരോധന നിയമം ഉപയോഗിക്കുന്നത്. ആ ആക്ടുമായി ബന്ധപ്പെട്ട് ഇനി അപ്രൂവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റെങ്കിലും വിശദമായ വാദം കേൾക്കാത്തിടത്തോളം ഒരിക്കലും ജാമ്യം പോസിബിൾ അല്ല. അവിടെയാണ് കീഴ്വഴക്കങ്ങളെ അതിലംഘിച്ചുകൊണ്ട് ഇന്ന് കോടതി കേജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 2ാം തീയതി തിരിച്ച് തീഹാറിലേക്ക് പോകേണ്ട ആളല്ലേ, അപ്പൊ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെന്ന്. ശ്രീ ജയസൂര്യ, 4ാം തീയതി റിസൾട്ട് വരും. 4ാം തീയതിക്ക് ശേഷം ശ്രീ കേജ്രിവാൾ തീഹാർ ജയിലിൽ നിന്ന് മടങ്ങി വരും. ആ മടങ്ങി വരുന്നത് റെയ്സിന കുന്നിലേക്കായിരിക്കും. റെയ്സിന കുന്നിൽ ഇന്ത്യ ബ്ലോക്കിന്റെ പുതിയ ഗവൺമെന്റ് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ ലാൽകുമാർ, അങ്ങനെ നമുക്ക് അങ്ങനെയും പ്രതീക്ഷിക്കാമോ? കാരണം 400+ എന്നുള്ള സീറ്റ് ആദ്യം മുതൽ തന്നെ BJPയും NDAയും അമിത ആത്മവിശ്വാസത്തിൽ പറഞ്ഞതാണ്. സീറ്റെണ്ണം കുറഞ്ഞേക്കാം, പക്ഷെ അതിനപ്പുറത്തുള്ള കണക്കുകൂട്ടൽ ഈ പറഞ്ഞ പോലെ 22 സീറ്റിൽ മത്സരിക്കുന്ന കെജ്രിവാൾ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ. ഇപ്പോൾ ഈ 4ാം ഘട്ടത്തിന് മുൻപ് തന്നെ ഏതാണ്ട് 284 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. ഇനിയും ഭൂരിപക്ഷം ജയിക്കാൻ BJPക്ക് ഈ പറഞ്ഞ പോലെ ഈ വസന്തിൻ്റെയൊക്കെ ആത്മവിശ്വാസം പോലെ അധികാരം നഷ്ടപ്പെടുമെന്നും 3ാം തവണ വരില്ല എന്നുമൊക്കെ ഈ ഒരു കെജ്രിവാളിന്റെ ജാമ്യം ലഭിച്ചതുകൊണ്ട് നമുക്ക് കരുതാനാവില്ലല്ലോ അല്ലേ?
അല്ല, കേജ്രിവാളിന്റെ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ BJP ക്യാമ്പിൽ അങ്ങനൊരു പ്രശ്നമുണ്ട്. നോക്കൂ, ഞാനത് ചുമ്മാ പറയുന്നതല്ല. കേജ്രിവാളിന് ജാമ്യം കിട്ടിയത് മിനിഞ്ഞാന്നല്ലേ? അതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഫേസിലെ ഇലക്ഷന് തന്നെ ടോട്ടൽ പെർസെന്റേജ് ഏതാണ്ട് 6.5% വോട്ട്സ് കുറഞ്ഞു. ആ വോട്ട്സ് കുറഞ്ഞത് 5% എങ്കിലും മിനിമം കുറഞ്ഞത് അത് BJPയുടെ മണ്ഡലത്തിലാണ്, NDA സ്ഥാനാർത്ഥികളുള്ള മണ്ഡലത്തിലാണ്. ഇത് നാഷണൽ ടെലിവിഷനുകളിൽ ഡിസ്കഷൻ വന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, BJPക്ക് വളരെ ആവേശത്തോടു കൂടി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത, അത് ചാടിക്കേറി അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ആവേശത്തോട് വോട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് രാജ്യത്തില്ല എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പലപ്പോഴും ഡിബേറ്റിൽ വന്നൊരു വിഷയമാണ്. ഐ എം ടോക്കിംഗ് വിത്ത് നമ്പേഴ്സ്. അപ്പൊ ആ നമ്പേഴ്സ് ക്ലിയർ ആണ്, അവർക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ സീറ്റ് എടുക്കുക, എനിക്ക് തോന്നുന്നു കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു 30 സീറ്റോ മറ്റാണ് അവർക്ക് കൂടുതലുള്ളത്. ടേക്ക് ദ നമ്പർ ആസ് 40. ഞാൻ 30 അവർക്ക് കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞതാ പറഞ്ഞു, 33 ഒറ്റാണ് കൂടുതൽ, 30 ഒറ്റ കൂടുതൽ. കർണാടകത്തിൽ നല്ല രീതിയിൽ സീറ്റ് അവർക്ക് നഷ്ടപ്പെടും. കർണാടകത്തിൽ നല്ല രീതിയിൽ അവർക്ക് സീറ്റ് നഷ്ടപ്പെടും. ഈ പറയുന്ന തമിഴ്നാട്ടിൽ പോട്ടെ, ഇപ്പോഴും ഇല്ല, പണ്ടും ഇല്ല. ആന്ധ്രയിൽ സീറ്റ് അവർക്ക് കുറയും, 2 സീറ്റ് അവരുണ്ട്, അതിന് വ്യത്യാസം വരുമെന്ന് ഒരു അനാലിസിസ് ഉണ്ട്. അത് പോട്ടെ, അതും പോട്ടെ, അവർ അത് റീറ്റെയിൻ ചെയ്യുമെന്ന് തന്നെ ഇരിക്കട്ടെ. അവർക്ക് NDA ബ്ലോക്കിന് ബീഹാറിലും ഹരിയാനയിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലും കുറയും. അവർക്ക് ബെറ്റർ പെർഫോമൻസ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം UP ഇല്ല. എന്നുവെച്ചാൽ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ എന്ന് പറയുന്നതിന്റെ കുഴപ്പം എന്നറിയോ? ഹിന്ദി ഹാർട്ട്ലാൻഡ് സാച്ചുറേറ്റഡ് ആണ്. ദേ കനോട്ട് ഗെറ്റ് മോർ സീറ്റ്സ് ഫ്രം ഹിന്ദി ഹാർട്ട്ലാൻഡ്. അവർക്ക് കിട്ടാനുള്ള സീറ്റ് എങ്ങനെയും കൂടുതൽ കിട്ടണമെങ്കിൽ അവർക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടണം. സൗത്ത് ഇന്ത്യയിൽ നിന്നും സീറ്റ് കിട്ടാൻ പോകുന്നില്ല, ചുമ്മാ കിടന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡില് പരമാവധി കിട്ടിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉള്ളത്. അത് കിട്ടിയത് പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട് രാജ്യം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് വന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ വളരെ എനർജറ്റിക് ആയിട്ട് എക്സിസ്റ്റിംഗ് ഇൻകംപെന്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അല്ലാതെ ഇവർ കാണുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഇവർ കാണുന്ന മോഡി ഫാക്ടർ കൊണ്ടൊന്നുമല്ല. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സർക്കംസ്റ്റാൻസ് അങ്ങ് മാറി, ടോട്ടലി മാറി. ഇവർ വിചാരിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ വിചാരിച്ചത് രാമക്ഷേത്രം വരുന്നത് വഴി, രാമക്ഷേത്രത്തിനുള്ള പ്രസാദം ഈ രാജ്യത്തുള്ളവർക്കെല്ലാം അയച്ചു കൊടുത്തു, അതുവഴി ഇവർക്ക് അങ്ങ് ജയിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, വലിയ രീതിയിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചത്. അതുണ്ടായില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. കാരണം ഇവർ വിചാരിച്ച രീതിയിൽ അത് വർക്കായില്ല. അതുകൊണ്ടാണ് രാമക്ഷേത്രം പൂട്ടാനായിട്ട് ഈ പറയുന്ന ബാബറിയുടെ പൂട്ടുകൊണ്ടിരുന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നത്. ഇത്ര നിലവാരമില്ലാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഏതേലും ഒരു മനുഷ്യൻ ഇത്രയും നിലവാരമില്ലാതായിട്ട് സംസാരിക്കുക, ഒരു മന്ത്രിയോ വേറെ ആര് തന്നെ എടുക്കുക, ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതിന്റെ പീക്കിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ഇനി എനിക്ക് കേൾക്കാനുള്ള സാധ്യതയുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര വിഷം കലർന്ന വാക്കുകളിൽ കൂടെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രഞ്ജിത് രാമേന്ദ്രന്റെ പ്രധാനമന്ത്രിയാണ്, എന്റെയും പ്രധാനമന്ത്രിയാണ്, ഈ പറയുന്ന വസന്തിന്റെയും ഷൈജുവിന്റെയും എല്ലാം പ്രധാനമന്ത്രിയാണ്, അല്ലേ? കാര്യം അതൊരു സ്റ്റേറ്റ്സ്മാൻ ആകണം. നമ്മൾ ജയിച്ചു കഴിഞ്ഞ് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ BJPയും കോൺഗ്രസും ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു BJPയുടെ ഒരു ഏറ്റവും താഴത്തെ ഒരു ലെവലിലുള്ള ഒരു നേതാവ്, ഞാൻ നേതാവ് എന്നാ പറയുന്നത്, ഒരു പ്രവർത്തകനെ വിടുക, നേതാവ് പറയുന്നത് പോലും അത്രത്തോളം പക്വത പോലും പാലിക്കാൻ പറ്റാത്ത രീതിയിൽ പച്ചയ്ക്ക് വർഗീയത വീണ്ടും 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 രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഡെസ്പറേറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആം ആദ്മി പാർട്ടിയോ അല്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മോഡി ഡിക്ലൈൻ ഫാക്ടർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പൊ ഈ 30 സീറ്റ് മാത്രം കൂടുതലുള്ള മോഡിക്ക് 30 സീറ്റിൽ പുറകെ പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നറിയോ? BJP എന്നുള്ളത് NDA ആയി. നിങ്ങൾ പറയുന്നത് NDA ആയി കഴിയുമ്പോൾ തന്നെ മോഡി എന്ന് പറയുന്ന ആൾ പോയി. പക്ഷേ NDA മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മോഡിയാ തീരുമാനിക്കുന്നത്, ഞാനാ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ആ അവസ്ഥ പോയി എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. വേറൊരാളെ കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഈ പ്രധാനമന്ത്രിക്ക് ഫ്രസ്ട്രേഷൻ അടിച്ചു പുള്ളി മരിച്ചു, ഡെസ്പറേറ്റ് ആയി മരിച്ചു, ഡിപ്രഷൻ അടിച്ചു മരിച്ചു. ശരി, ജയസൂര്യൻ അത് വളരെ ഈ നരേന്ദ്രമോദി എന്ന
ഇവർ എതിർകക്ഷികൾ വിശേഷിപ്പിക്കുന്ന ഏകാധിപതി എന്നാണ്. മോദിക്ക് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നേരിട്ട് കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് പുറകോട്ട് പോയി എന്ന് പറയുന്നു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ വന്നാൽ മോദിയുടെ ഈ പ്രഭാവം മങ്ങും. അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ ആരോപണം അതാണ്. ആ തരത്തിലാണ് മോദിക്ക് പകരം അമിത്ഷാ വരും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള മറുപടി ഇവിടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചാണല്ലോ ശ്രീ ലാൽകുമാർ പറഞ്ഞത്. വോട്ട് കുറഞ്ഞതിന്റെ കാരണം ഇവിടുത്തെ പ്രതിപക്ഷം ചത്തുപോയത് കൊണ്ടാണ്, മരിച്ചു പോയത് കൊണ്ടാണ് വോട്ട് കുറഞ്ഞത്. അല്ലെങ്കിൽ മോദിയെ മറിച്ചിടാൻ വേണ്ടി, ഈ BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷമെല്ലാം കൂടെ ആകാശത്തേക്ക് കൈപൊക്കിയവരുണ്ടല്ലോ, ഇവരെല്ലാം കൂടെ ഇറന്ന് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കണമായിരുന്നു. എന്താ കാരണം? ഈ പ്രതിപക്ഷം മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വീട്ടിൽ പോകാൻ ആളില്ല, ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരാനുള്ള സംവിധാനമില്ല, പാർട്ടിയില്ല, യാതൊന്നുമില്ല. അതുകൊണ്ട് ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കാരണവുമില്ല. കാരണം അത്ര ഭംഗിയായിട്ടാണ് മോഡി ഭരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നുള്ളതിൽ ആശങ്കപ്പെടേണ്ടത് പ്രതിപക്ഷം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറയും തോറും വളരെ വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളൊരു കേഡർ പാർട്ടിയാണ്. കേഡർ സംവിധാനത്തിലൂടെ ആവശ്യത്തിനുള്ള വോട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 400 സീറ്റ് നേടാൻ മാത്രമുള്ള ആവശ്യത്തിനുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, വസന്ത് പറഞ്ഞല്ലോ, ഹർഷവർദ്ധനെ, മീനാക്ഷിയിലേക്കൊക്കെ 100-ലധികം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞങ്ങളുടേത് ചെറുപ്പക്കാരുടെ പാർട്ടിയാണ്, പുതിയതായി മുന്നോട്ട് വരുന്ന പാർട്ടിയാ. ഒരിക്കലും മാറ്റി നിർത്താത്ത പടുവൃദ്ധന്മാരെ നിർത്തി നിങ്ങൾ നിരന്തരം പരീക്ഷിച്ചിട്ടാണ് കോൺഗ്രസ് പടുകുഴിയിലേക്ക് പോയത്. ഇപ്പൊ ശവക്കുഴിയിൽ പോയി കിടക്കുന്നത്. എത്ര പടുവൃദ്ധനാണെങ്കിലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് വീണ്ടും മത്സരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മത്സരിച്ചതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെയുള്ളവർ ശവക്കുഴിയിലായത്. ഞങ്ങൾ ശവക്കുഴിയിലാകാനുള്ള പാർട്ടിയല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞങ്ങൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അറസ്റ്റ് നിയമവിരുദ്ധമാണ് എങ്കിൽ ആ കോടതി ആ അറസ്റ്റ് റദ്ദാക്കണ്ടായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ കോടതി ആ പറഞ്ഞ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കാത്തത്? അപ്പോൾ ഇനി ഹേമന്ത് ബിശ്വ ശർമ്മയും അജിത് പവാർ അടക്കം 18 നേതാക്കന്മാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപക്ഷം ഇവിടെ എന്ത് നോക്കിയിരിക്കുക? ഈ പ്രതിപക്ഷത്തിന്റെ വായിലെന്താ പഴമാണോ? പ്രതിപക്ഷത്തിന്റെ തലച്ചോറെന്താ മരച്ചുപോയോ? നിങ്ങൾ കോടതിയിൽ പോകൂ, നിങ്ങൾ ഇത് ചോദ്യം ചെയ്യൂ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഭരണപക്ഷം പ്രതിപാറുന്നത്. അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരുടെ പേരിലുള്ള കേസൊക്കെ എടുത്ത് ദൂരെ കളയുന്നു, അവരെയൊക്കെ പരിശുദ്ധരാക്കുന്നു, അവരെയൊക്കെ അലക്കി വെളുപ്പിക്കുന്നു. ഇത് ശരിയല്ല, കോടതി ഇടപെടണം എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷമില്ല? പ്രതിപക്ഷത്തിന് തന്റെ ഇടമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ നേരിടാൻ പോലും കഴിവില്ലാത്ത വിധം തകർന്ന് തരിപ്പണമായ ഒരു പ്രതിപക്ഷത്തിന്റെ യാതൊരു പ്രാധാന്യവും BJP ഒരു വാഷിംഗ് മെഷീനാണ് എന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ആ വാഷിംഗ് മെഷീനിൽ ചിലരൊക്കെ ഭയപ്പെട്ടു പോകുമെന്നേ, അതിൽ സംശയമൊന്നും വേണ്ട. ഭയപ്പെട്ട് 54-55 ദിവസം ജയിലിൽ കിടന്നിട്ട് മടങ്ങി വന്ന DK ശിവകുമാർ ഉണ്ട് കോൺഗ്രസിൽ, മടങ്ങി വന്ന കേജ്രിവാൾ ഉണ്ട് ഇന്ത്യ ബ്ലോക്കിൽ. അപ്പൊ അങ്ങനെയുള്ളവർ ഇവിടെ ആടിയുറച്ച് നിൽക്കും. അതിൽ ആട്ടമുള്ളവർ BJPയിലേക്ക് വരും. അവർ അവിടെ ആടിക്കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒറ്റ കാര്യം ശ്രീ ലാലിന്റെ കണക്കിനോട് ചേർത്താണ്. കഴിഞ്ഞ തവണ 12 സംസ്ഥാനത്ത് നിന്നാണ് 289 സീറ്റ്. 12 സംസ്ഥാനം എണ്ണിയപ്പോൾ തന്നെ BJP കേവല ഭൂരിപക്ഷം കവർ ചെയ്തു. ആ 12 സംസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഡൽഹിയുണ്ട്, ഹരിയാനയുണ്ട്, പഞ്ചാബുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണത്തെ അതേ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നതെന്ന് ജയസൂര്യൻ ഉറക്കത്തിലെങ്കിലും, ചർച്ചയിൽ പറയുന്ന പോട്ടെ, ഉറക്കത്തിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സീറ്റ് കിട്ടും, അതിൽ കൂടുതൽ സീറ്റ് കിട്ടും. ക്ലീൻ സ്വീപ്പും കിട്ടാൻ പോകുന്നില്ല, ക്ലിയർ മജോറിറ്റിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ സർക്കാരിന് ഒരു തൂക്ക് ഗവൺമെന്റ് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തായാലും 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. അത്തരം നമുക്കിപ്പോൾ കെജ്രിവാളും മോദി പ്രഭാവവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ 4-ാം തീയതി വരെ കാത്തിരിക്കാം. നന്ദി ശ്രീ ലാൽകുമാർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ജയസൂര്യൻ, ഒപ്പം ശ്രീ ഷൈബു മഠത്തിൽ ചർച്ചയുടെ ഭാഗമായതിന്. ഞങ്ങൾ പ്രേക്ഷകരോട് ചോദ്യം മറ്റൊന്നുമായിരുന്നില്ല, മോദിയുടെ കുതിപ്പിന് തടയിടാൻ കെജ്രിവാളിന് സാധിക്കുമോ എന്നായിരുന്നു. സാധിക്കുമെന്ന് 55% പ്രേക്ഷകർ പതിവില്ലാത്ത വിധം ഇത്തവണ അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ്. സാധിക്കില്ല എന്ന് 43% ആളുകൾ അഭിപ്രായപ്പെടുന്നു. നിഷ്പക്ഷമായി 2% ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.